ആവർത്തന പുസ്തകം 32-ാമത്തെ അധ്യായം അതിൻ്റെ 39-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. ഞാൻ മാത്രമേയുള്ളൂ, ഞാനല്ലാതെ ദൈവമില്ല എന്ന് ഇപ്പോൾ കണ്ടുകൊള്ളുവിൻ. ഞാൻ കൊല്ലുന്നു, ഞാൻ ജീവിപ്പിക്കുന്നു, ഞാൻ തകർക്കുന്നു, ഞാൻ സൗഖ്യമാക്കുന്നു, എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ഇല്ല എന്ന് കാണുന്നു. അപ്പോൾ ഇവിടെ ഈ 32-ാമത്തെ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ നാം വായിക്കുമ്പോൾ മോശ ദൈവത്തെ വർണ്ണിച്ച് പാടുന്ന ഒരു പാട്ടാണിത്. ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച്, ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച്. അപ്പോൾ അങ്ങനെ ഒരു ദൈവത്തെക്കുറിച്ച് പറയണം. അപ്പോൾ ദൈവത്തിന് സർവ്വമഹത്വവും സർവ്വബലവും സർവ്വജ്ഞാനിയുമാണ്. അപ്പോൾ നമ്മുടെ ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യമില്ല. ജീവനെ കൊടുക്കുന്നവനും കൊല്ലുന്നവനും അതേപോലെ തന്നെ മുറിവുണ്ടാക്കുന്നവനും മുറിവ് കെട്ടുന്നവനും എല്ലാം ദൈവമാണ്. പ്രിയ ദൈവമക്കളെ, അപ്പോൾ അത്രയും മഹത്വമുള്ള ഒരു ദൈവത്തെ നാം ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നാം ദൈവത്തിലേക്ക് ദൈവത്തെ എപ്പോഴും നാം ആശ്രയിച്ച് ദൈവത്തോട് നാം ചേർന്നിരിക്കുന്നവരായിരിക്കണം. പ്രിയ ദൈവമക്കളെ, നമ്മളെ ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യം ഇല്ല എന്ന് വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ ആ ദൈവത്തെ വിട്ട് നമുക്ക് മാറിപ്പോയി എന്ത് തന്നെ ചെയ്യുവാൻ കഴിയും? ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു ദൈവമാണ്. പലപ്പോഴും നമുക്ക് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരു ഡോക്ടർ ചെയ്യാത്തത്, ഡോക്ടർ ജീവനെ കൊടുക്കുവാൻ മരുന്നുകൾ ചെയ്താലും പക്ഷെ പലപ്പോഴും അത് ഫലപ്രദമാകാതെ ആ രോഗി മരിച്ചു പോകുന്നത് കാണുവാൻ സാധിക്കും. പക്ഷെ മരിക്കും എന്ന് പറയുന്ന വ്യക്തിയും ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രിയ ദൈവമക്കളെ, അപ്പോൾ ആ ഒരു സർവശക്തനായ ആ ദൈവത്തെ നാം ആരാധിച്ച് മുമ്പോട്ട് പോകുവാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.